രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് മുഖം രക്ഷിക്കാനായി നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. ബോംബ് പൊട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വീരവാദം മുഴക്കിയതിന് പിന്നാലെ പുറത്തുവന്ന ആരോപണവും നനഞ്ഞ പടക്കമായി മാറി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാറിനെതിരെയാണ് പീഡന ആരോപണം പുറത്തുവന്നത്. എന്നാൽ തെളിവുകൾ സഹിതം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടതോടെ VD സതീശനും കോൺഗ്രസും വെട്ടിലായി. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് K സുരേന്ദ്രന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നു. അത് വൈറലായിട്ടുണ്ട്. കുബേരൻ സിനിമയിലെ രംഗം പങ്കുവച്ചാണ് പരിഹാസം. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ആദ്യം അരുണിലേക്ക് വരാം. അതിനു മുൻപ് K സുരേന്ദ്രന്റെ പോസ്റ്റിലേക്ക്. തേങ്ങ ഉടക്കടാ ഭഗവാനെ, എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് അരുൺ ആലത്തൂർപ്പം ചേർന്നു. അരുൺ, ഈ പോസ്റ്റിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഇന്ന് രാവിലെ ഒരു വാർത്ത വരുന്നു. അത് വന്ന് അധികം വൈകാതെ തന്നെ അത് C കൃഷ്ണകുമാർ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി തെളിവുകൾ പങ്കുവച്ച് ആ ബോംബ് ചീറ്റിക്കുന്നു. VD സതീശൻ ഇന്നലെ പറഞ്ഞത് ഒറ്റ ദിവസം വേണ്ടി വന്നില്ല പരിഹാസ്യനായി ആ വിവാദം അവസാനിപ്പിക്കാൻ, അല്ലേ? അരുണാലത്തൂർ, കേൾക്കാമെങ്കിൽ ഇന്ന് രാവിലെ ഒരു ആക്ഷേപം, ഒരു ആരോപണം VD സതീശൻ ഇന്നലെ പറഞ്ഞ ബോംബിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. അത് ഇന്നലെ പറഞ്ഞു. ഇന്ന് ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഒരു വാർത്ത വരുന്നു. പക്ഷേ അധിക സമയം ആ വാർത്ത നിൽക്കുന്നില്ല. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് ശ്രീ കൃഷ്ണകുമാർ തെളിവുകൾ നിരത്തി ആ ബോംബ്, ആ നനഞ്ഞ പടക്കം ചീറ്റിക്കുകയാണ്. അതായത് VD സതീശൻ ഒരിക്കൽ കൂടി പരിഹാസ്യനായി, അല്ലേ? കൃഷ്ണരാജ്, ഈ സന്ദീപ് വാര്യരെ വിശ്വസിച്ച് VD സതീശൻ ശരിക്കും വെട്ടിലായി അല്ലെങ്കിൽ പരിഹാസനായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വിഷയം ഇതൊരു പുതിയ വിഷയമൊന്നും അല്ല എന്ന് മാത്രമല്ല, പാലക്കാട്ടെ ജനങ്ങളെയും അതുപോലെ തന്നെ പാലക്കാട്ടെ മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി അറിയുന്ന വിഷയമാണ് ഇത് എന്നുള്ളത്. കാരണം C കൃഷ്ണകുമാറിന്റെ ബന്ധുവായ വ്യക്തി അവർ 2010 ഇതര മതസ്ഥരായ ഒരാളെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്താവുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം പിന്നീട് 2013 അവർ വീട്ടിലേക്ക് ഈ പിതാവിനെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ വീട്ടിൽ പ്രവേശിപ്പിച്ച സമയത്ത് വീട്ടിലെ അലമാര പരിശോധിച്ചപ്പോൾ സ്വത്തും മറ്റുമൊക്കെ C കൃഷ്ണകുമാറിന്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാർ അവരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. ഇതോടുകൂടിയാണ് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം 2013 ആദ്യം ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി C കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കെതിരെയും മറ്റും നൽകുന്നു. അതിനുശേഷം ആ കേസിന് ബലം കിട്ടുന്നതിന് വേണ്ടി 2014 ഇത്തരത്തിൽ തന്നെ മർദ്ദിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള പരാതി നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് 712/14 എന്ന ക്രൈം നമ്പറിൽ പാലക്കാട് നോർത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നു. പോലീസ് തന്നെ ഈ പരാതിയിൽ കഴമ്പില്ലാതെ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിനെ കുറച്ച് ബലം കിട്ടുന്നതിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് പോലീസ് തന്നെ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് ഇത് കോടതിയിലെത്തുന്നു. 2024 കോടതിയിൽ നിന്ന് C കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് ഈ വിഷയത്തിൽ ഉത്തരവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരമൊരു വിഷയത്തെ ഇതിനു മുൻപ് പലതവണ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 2010, 2015, അതുപോലെ തന്നെ 2019, 2024 C കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്തൊക്കെ ഇതിനെ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഇതുമായി ബന്ധപ്പെട്ട അവർ മാധ്യമ സമ്മേളനം, വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പോലും ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു മാധ്യമവും മറ്റോ റിപ്പോർട്ട് ചെയ്തത്, മറ്റു മാധ്യമങ്ങൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം എല്ലാവരും അതിന്റെ മറ്റൊരു ഭാഗം കൂടെ, സാധാരണ നമുക്കറിയാം ഒരു മാധ്യമത്തിനൊരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ മറ്റ് വിഷയങ്ങൾ കൂടെ അന്വേഷിക്കും. ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്ന് കാണുമ്പോൾ മാധ്യമങ്ങൾ ഇതിന് ആ വിഷയങ്ങൾ തള്ളിക്കളയാറാണ് പതിവ്. ഏതായാലും ഇത്തവണ പക്ഷേ ഈ വിഷയത്തെ ഇത്രയധികം വലിയ വാർത്തയായി മാറാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാവുന്നതാണ്. സംസ്ഥാനത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങൾ, അത് ഒരിക്കലും നിഷേധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് പെട്ടുപോകുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഈ രാഹുലിനെ മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രതിരോധത്തിലായ കോൺഗ്രസ് തിരിച്ച് എങ്ങനെയെങ്കിലും
ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-നെതിരെയും അതുപോലെ തന്നെ BJP-ക്കെതിരെയും വലിയ ഗുണ്ട് പൊട്ടിക്കാനുണ്ട്, കാളയെ അവിടെ തന്നെ നിർത്തിക്കോ എന്നൊക്കെ ഇന്നലെ ഈ VD സതീശൻ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ VD സതീശൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ വിശ്വസിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ ബോംബ് അതൊരു നനഞ്ഞ പടക്കമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ തെളിവുകൾ, കോടതി ഉത്തരവുകൾ, പോലീസിൻ്റെ കണ്ടെത്തലുകൾ ഇതെല്ലാം നിരത്തിക്കൊണ്ടാണ് BJP വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി കോൺഗ്രസ് എന്ത് പറയുമെന്നറിയില്ല. ഏതായാലും കോൺഗ്രസ് അല്പസമയത്തിനകം തന്നെ പാലക്കാട് BJP-യുടെ ജില്ലാ കാര്യാലയത്തിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ മാർച്ച് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് BJP-യും പറയുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJP-യും CPM-ഉം ഒക്കെ മാർച്ച് നടത്തിയ പോലെയല്ല ഇതൊരു കാര്യവുമില്ലാത്ത വ്യാജ ആരോപണത്തിന്മേലാണ് മാർച്ച് നടത്താൻ നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക്. അതുകൊണ്ട് അത് കൈകെട്ടി നോക്കി നിൽക്കുന്ന നിലപാടിലായിരിക്കില്ല തങ്ങൾ എന്നാണ് BJP-യും ഈ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും VD സതീശനും അതുപോലെ തന്നെ സന്ദീപ് വാര്യരെ വിശ്വസിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു വലിയ ബോംബ് അത് നനഞ്ഞ പടക്കമായി മാറുന്നു. അരുണാലത്തൂർ, ഇതിപ്പോ ഒരു ആരോപണം സജീവമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അത് സതീശന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ആരുടേതോ ആയിക്കോട്ടെ, അതിനൊരു മറ്റൊരു അർത്ഥമുണ്ടല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചാരോപണം ഉന്നയിക്കും. അപ്പോൾ രാഹുലിനെ ഏതു വിധേനയും സംരക്ഷിക്കുകയാണ് കോൺഗ്രസ്, VD സതീശൻ എന്നൊക്കെയല്ലേ ഈ ആരോപണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് ഈ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടുന്നു. അതേസമയം തന്നെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ തയ്യാറാവുന്നുമില്ല. അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് കൃത്യമായിട്ട് തന്നെ ഈ രാഹുലിന് സംരക്ഷണം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വലിയ നിലപാട് പറയുന്ന അതേ കോൺഗ്രസ്സുകാർ തന്നെ രാഹുലിനെ ബോധപൂർവ്വം തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നനഞ്ഞ പടക്കത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പുതുമയുള്ള കാര്യമല്ല. ഈ വിഷയം തങ്ങൾ കൃത്യമായ രേഖകളും കോടതി ഉത്തരവും പോലീസ് ഉത്തരവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്ത് രാഹുൽ വിഷയം മുക്കിക്കളയാൻ തങ്ങൾ എന്തായാലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ. ശക്തമായ നിലപാടും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. രാഹുലിനെ പാലക്കാട് എന്തായാലും കാല് കുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് പാലക്കാട്ടെ BJP പ്രവർത്തകരും നേതാക്കളും ഉള്ളത്. ശരി, ഇനി സുരേന്ദ്രന്റെ പോസ്റ്റിനെ കുറിച്ച് കൂടി, അത് കുറച്ച് കടുത്തുപോയി. ഇത്രമേൽ പരിഹാസം വേണ്ടിയിരുന്നോ തോന്നിപ്പിക്കുന്ന വളരെ ചിരിപ്പിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും പറയണ്ട, അതിൽ തന്നെ എല്ലാം മനസ്സിലാകും. ഉടക്കി സ്വാമി, ഇത് വേറെ തേങ്ങയാണ് ഉടച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ട്രോള് നമുക്ക് എല്ലാവരും സിനിമയിലൂടെയും മറ്റുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ട്രോളിനെയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. കാരണം ആ തേങ്ങയുടെ എന്ന പേരിൽ ആ കലാഭവൻ മണി എടുത്ത് എറിയുന്ന അത് തിരിച്ചു തന്നെ ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് പരിഹാസ്യരായി പൊതുജനങ്ങളുടെ മധ്യത്തിൽ മാറിയിരിക്കുന്നു എന്ന് ഒരു ട്രോളിലൂടെ തന്നെയാണ് ഈ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ തെളിവുകളും കോടതി ഉത്തരവും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂല നടപടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് പോലെയല്ല, കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നാണ് ഈ പേപ്പറൊക്കെ കാണിക്കുന്നത്. അത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാറാണെങ്കിലും ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനാണെങ്കിലും അല്ലെങ്കിൽ താഴേക്കടിയിലുള്ള ഓരോ നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇത് അവരുടെയൊക്കെ വാട്സപ്പിലും മൊബൈലിലൊക്കെ ഇതിൻ്റെ ഉത്തരവ്, കോടതി ഉത്തരവും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെ പൊളിച്ചെടുക്കാനോ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് കാണുന്നത്. അത് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു ട്രോള് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അരുണിന് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി അത് കണ്ടിട്ട് വരാം. അപ്പൊ അരുണിന് കുറച്ചുകൂടി ഊർജ്ജം കിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അരുണ്, ഇപ്പോ ദിലീപിന്റെ ചിത്രത്തിന് മുകളിൽ സതീശനെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മറ്റേത് സന്ദീപ് വാര്യർ ആയിരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് കലാഭവൻ മണിയെ നമുക്കറിയാം, കുബേരൻ എന്നുള്ള ആ ഒരു സിനിമയിലെ രംഗമാണത്. അതിൽ കലാഭവൻ മണി തേങ്ങയായിട്ട് എത്തുകയാണ്, ദിലീപ് അപ്പുറത്ത് അത് വിശ്വസിച്ചുകൊണ്ട്, അതായത് കലാഭവൻ മണി ഉടയ്ക്കാൻ പോകുന്നത് തേങ്ങയാണെന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് തൊട്ടപ്പുറത്ത് വലിയ തൊഴുകയ്യോടെയൊക്കെ നിൽക്കുന്നത്. ആ സമയത്താണ് അത് തേങ്ങ ആയിരുന്നില്ല, അത് എറിഞ്ഞുടച്ചത്
തിരിച്ച് ആകെ മൊത്തം ബാധിക്കുന്നത് തങ്ങളെ തന്നെയാണ്. ആകെ മൊത്തം കരിവുരുളുന്ന വസ്ത്രങ്ങൾ കീറിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള തരത്തിൽ അവിടെ ആശ്ചര്യപ്പെടുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അതിനെ സറ്ററിക്കലായിട്ട് കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. സന്ദീപ് വാര്യർ എന്ന കലാഭവമണിയുടെ കഥാപാത്രത്തെ വിശ്വസിച്ചുകൊണ്ട് സതീശൻ എറിഞ്ഞ് ഉടയ്ക്കാൻ പറയുന്ന തേങ്ങ, ആ തേങ്ങ പക്ഷേ അത് തേങ്ങയായിരുന്നില്ല എന്ന് മാത്രമല്ല, ഉടച്ച തേങ്ങ മാറിപ്പോയി ആകെ മൊത്തം സ്വയം ചീഞ്ഞു നാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് വ്യാപകമായിട്ട് BJP ഈ വിഷയത്തെ കൊണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ അവതരിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലേ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ്, തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും തെളിവുകളും മറ്റുമൊക്കെ നിരത്തി BJP ഇതിനെ പ്രതിരോധിക്കുമ്പോൾ അവർ യാതൊന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് കൃഷ്ണരാജ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. അതായത് ബോംബ് പൊട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ C കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം വരുന്നു. പക്ഷെ അത് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം തന്നെ അത് വാർത്താസമ്മേളനം നടത്തി പൊളിക്കുകയാണ്. അപ്പോൾ ആ ബോംബ് നനഞ്ഞ പടക്കമായി പോയി എന്നാണ് BJP ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.